ജ്ഞാനമോ ബുദ്ധിയോ ആലോചനയോ കർത്താവിനെതിരെ വില പോവുകയില്ല. കർത്താവിനെതിരെ ഇതൊന്നും വില പോവുകയില്ല. എനിക്കെതിരെ അല്ല കേട്ടോ, കർത്താവിനെതിരെ ഇതൊന്നും വില പോവുകയില്ല. ഞാനത് പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് കേട്ടോ. കർത്താവിന്റെ പദ്ധതികളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ പദ്ധതികൾക്കെതിരെ പലതരത്തിലുള്ള ആലോചനകൾ, പലതരത്തിലുള്ള ഗൂഢാലോചനകൾ, പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വന്നാലും ഒന്നും വില പോവുകയില്ല. ചില പ്രശ്നങ്ങളൊക്കെ പള്ളിയിൽ ഉണ്ടായി കഴിയുമ്പോൾ ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ തന്നെ അവസാനം അത് പരിഹരിക്കേണ്ടി വരേണ്ട അത്ഭുതകരമായ കാഴ്ചകൾ ഞാൻ എൻ്റെ പൗരോഹിത്യ ഇടവക ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ അവസാനം അവരുടെ തലയിലേക്ക് അത് ബൂമാറാങ് പോലെ തിരിച്ചു വരും, അവരത് പരിഹരിക്കേണ്ടി വരാറുണ്ട്. ഞാനത് കണ്ടിട്ടുണ്ട് സംഭവം. അതെന്തുകൊണ്ടാണ്? ജ്ഞാനമോ ബുദ്ധിയോ ആലോചനയോ കർത്താവിനെതിരെ വില പോവുകയില്ലാത്തത് കൊണ്ടാണ്. കർത്താവിന്റെ പദ്ധതികൾ ആയാലും ഇത് നടക്കൂല കേട്ടാ. നമ്മൾ നമ്മുടെ പ്ലാൻ നടത്തിയ ഇതുപോലെയൊന്നും ബൂമാറാങ്ങൊന്നും വരികയില്ല. കർത്താവിന്റെ പദ്ധതികളായ അത് നശിപ്പിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യണവൻ തന്നെ അവസാനം അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും. അത് കർത്താവിന്റെ ഒരു പ്ലാനാണ്. എന്തൊക്കെ ആലോചിച്ചാലും, എന്തൊക്കെ പ്രചരിപ്പിച്ചാലും, എന്തൊക്കെ അപവാദങ്ങൾ പ്രചരിപ്പിച്ചാലും അതെല്ലാം ഭംഗിയായിട്ട് തീരുകയും ചെയ്യും, അതിഗംഭീരമായിട്ട് തീരും. അത് മിടുക്കല്ല, അത് ചെയ്യുന്ന ആൾക്കാരുടെ മിടുക്കൊന്നുമല്ല, അത് കർത്താവിന്റെ പദ്ധതി ആയതുകൊണ്ടാണ്. അവർ മറ്റുള്ളവർ ഇതിനെതിരെ ആലോചിക്കുന്നവർക്ക് അത് തിരിച്ചറിയാൻ പറ്റണില്ല എന്നുള്ളതാണ്. അവർ ചിന്തിക്കുന്നത് അത് അച്ഛൻ ചെയ്യുന്നു, അത് അവര് ചെയ്യുന്നു, എന്നാൽ നമുക്കൊന്ന് കൊളാക്കിയേക്കാം. എവിടെ നടക്കാനാ ഇതൊക്കെ? ബൂമാറാങ് പോലെയാണ് തിരിച്ചു വന്നത്. അങ്ങോട്ട് അറിയണത് തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. വചനം ജ്ഞാനമോ ബുദ്ധിയോ ആലോചനയോ കർത്താവിനെതിരെ വില പോവുകയില്ല. ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.